ഗ്ലാഡിസേ, മോളെ ഗ്ലാഡിസേ. ഇച്ചായോ കേട്ടോ മോളേന്ന്? ഇതത് തന്നെ. എന്ത് എന്നടി? എന്റെ പൊന്നിച്ചായ പൊട്ടം കളിക്കല്ലേ. വേറെന്തിനാന്നേ പണിയെടുപ്പിക്കാൻ. അല്ലാതെ നിങ്ങളുടെ അമ്മച്ചി ഇത്ര സ്നേഹത്തോടെ എന്നെ മോളേന്ന് വിളിക്കില്ലല്ലോ. എന്റെ പൊന്നു ഗ്ലാഡിസേ, നീ രാവിലെ തന്നെ തുടങ്ങല്ലേ. നല്ലൊരു ഞായറാഴ്ചയായിട്ട് ഇന്നെങ്കിലും നീ അമ്മച്ചിയോട് വഴക്കിടാതെ ഒന്ന് ഇരിക്കേ. ഓ, നിങ്ങൾ പറയുന്ന കേട്ടാ തോന്നും ഞാനാണ് വഴക്ക് തുടങ്ങുന്നതെന്ന്. നിങ്ങളുടെ അമ്മച്ചി ഒരു പാവാണല്ലോ നിങ്ങക്ക്. നീ അങ്ങോട്ട് ചെന്നേ, ഞാൻ പോയി റെഡിയാവട്ടെ. എന്നാത്തിനമ്മച്ചി വിളിച്ചേ? ആ, കൊച്ചു വന്നോ? ദേ മോളെ, ഇതൊക്കെ ഒന്ന് അരിഞ്ഞേക്കെ. ബീഫിന് വേണ്ടിട്ടാ കേട്ടോ. അയ്യോ അമ്മച്ചി, ഞാൻ പള്ളിയിൽ പോവാൻ റെഡിയായല്ലോ. ഇനി അമ്മച്ചി തന്നെ അങ്ങോട്ട് ചെയ്യുന്ന്. ഓ, പള്ളിയിൽ പോവാൻ റെഡിയായോ? അല്ല, കുരിയാച്ചൻ എന്തേടി? അവനോട് കുറച്ച് കപ്പയും ബീഫും വാങ്ങിട്ട് വരാൻ പറ. മോള് മാറി ബി ആയല്ലോ. ഞാൻ ഓർത്തതേ ഉള്ളൂ സ്വഭാവം മാറിയില്ലല്ലോ എന്ന്. ആ, ഇച്ചായനും പള്ളിയിൽ പോവാൻ റെഡിയാകുക. അല്ല, അപ്പനെന്തേ? അപ്പനോട് പറ. അതിയാനാണേല് രാവിലെ തന്നെ ആ പാലത്തിങ്കിലെ ജോസില്ലേ, അയാളുടെ കൊച്ചുമോന്റെ മാമോദീസ കൂടാൻ പോയേക്കുക. ഈ രാവിലെയോ? അല്ല, ഇപ്പൊ 25 നോമ്പല്ലേ? ഈ നോമ്പാം കാലത്ത് ആരേലും ഇതൊക്കെ വെക്കുവോ? ഓ, ഇപ്പൊ ഇതൊക്കെ ആര് നോക്കുന്നടി? പിന്നെ ആ ജോസിന് ഒരേ നിർബന്ധം, ലൂയിച്ച നേരത്തെ അവിടെ ചെന്ന് എല്ലാം ഒന്ന് മുൻകൈ എടുത്ത് നടത്തണമെന്ന്. ഹലോ അമ്മച്ചി, അമ്മച്ചിയുടെ പുന്നാര സൽപുത്രൻ എവിടെ? അവനോട് പറ. അവൻ എഴുന്നേറ്റിട്ടില്ലടി കൊച്ചേ. പാപ എന്റെ കുഞ്ഞ് ഇന്നലെ വീട്ടിൽ വന്ന് കേറിയതേ വെളുപ്പാങ്കാലത്താ. ആ മറിയയുടെ ചെക്കനെ കൊണ്ട് ആശുപത്രി പോയേക്കുമായിരുന്നു. അയ്യോ, കർത്താവിന് സ്തുതി. അവനെയും കൊണ്ട് വീട്ടുകാർക്കോ വലിയ ഉപകാരമൊന്നുമില്ല, നാട്ടുകാർക്കെങ്കിലും ഉണ്ടല്ലോ. ഡീഡി, എന്റെ കൊച്ചിനൊന്നും പറയാൻ നിക്കണ്ട. നീ പള്ളിയിൽ പോവാൻ നിക്കുവല്ലേ, ചെന്നാട്ടെ. ഇല്ലേല് മോക്ക് കുർബാന കൂടാൻ പറ്റാണ്ടാവും. അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. ഞങ്ങളെന്നാ പോയിച്ചു വരാവേ. ഗ്രേസിയേ, എടി ഗ്രേസിയേ. ഓ, എന്നെ അമ്മച്ചിയെ, എന്നത്തിനെ വിളിച്ചേ? പിള്ളാരൊക്കെ എന്തിയേടി? എല്ലാവരും പള്ളിയിൽ പോയില്ലേ? കുരിയാച്ചനും ഗ്ലാഡിസും പള്ളിയിലോട്ട് പോയി. പിന്നുള്ളത് ഗ്ലാഡിയാ. അവനാണേ എഴുന്നേറ്റിട്ടില്ല. എന്റെ കർത്താവേ, നല്ലൊരു നോമ്പും പിടിച്ച് ഈ കൊച്ചു കഴിവേറി പള്ളിയിലും പോവാതെ കിടന്നുറങ്ങുന്നത് നോക്ക്. എടാ എഴുന്നേക്കടാ, വല്യമ്മച്ചിയുടെ നല്ല കുഞ്ഞല്ലയോ, എഴുന്നേക്കടാ. ഒന്ന് പോയേ വല്യമ്മച്ചി, ഞാനൊന്ന് ഉറങ്ങട്ടെ. എഴുന്നേക്കടാ അങ്ങോട്ട്. നല്ലൊരു ഞായറാഴ്ചയായിട്ടാ അവൻ സാത്താന്റെ കുഞ്ഞായി. ഞാൻ പള്ളിയിലോട്ട് പോവാ. ഇന്ന് രാത്രിയെങ്കിലും വീട്ടില് നക്ഷത്രവും പുൽക്കൂടും ഒക്കെ ഒന്ന് ഇട്ടോണം, കേട്ടോടാ? ഓ, കേട്ട് കേട്ട്. ഇനിയേലും പോ. ഏലിയാമോ, ഇന്ന് എന്നാ പറ്റിയടി? താമസിച്ചു പോയോ? അച്ഛന്റെ പ്രസംഗം തുടങ്ങിയതല്ലേ ഉള്ളൂ, കുഴപ്പമില്ലെന്ന്. എഴുന്നേറ്റോ? എഴുന്നേപ്പിച്ചെന്ന് പറ. ഈ വല്യമ്മച്ചിക്ക് വേറെ ഒരു പണിയുമില്ലേ? വയസ്സാൻ കാലത്ത് അടങ്ങിയിരിക്കാത്തൊരു മുതല്. അത് വിടടാ. എടാ മോനെ, ഇച്ചിരി കപ്പയും ബീഫും വാങ്ങിയിട്ട് വാടാ. അവരാരും ഇവിടെ ഇല്ലാത്തോണ്ടാ. ഓ, ആയിക്കോട്ടെ. ചേട്ടത്തിയെ, ഒരു 3 കിലോ ഇറച്ചിയും 1.5 കിലോ എല്ലും വേഗം ഇങ്ങോട്ട് എടുത്തോ. ജയ്സാപ്പിയെ,
രാ ആരടാ അത്? ഡീ കൊച്ചുകുരുപ്പേ, വെള്ളയല്ലേ? അല്ലടി ബാവാജി, നീ പള്ളിയിലൊന്നും പോയില്ലേ? ബെസ്റ്റ്. നല്ല ആളോടാ നീ ചോദിക്കുന്നത്. നിനക്കറിയത്തില്ലയോടാ ഉവ്വേ, ഇവള് നമ്മളെക്കാട്ടിലും കഷ്ടമാന്ന്. പോടാ. അല്ല, എന്താ ഗ്ലാഡിക്കുട്ട സഞ്ചിയിൽ? ഓ, ഇത് കുറച്ച് ബീഫാടി. ചീനാമച്ചിയുടെ കയ്യിൽ കൊടുത്തേക്ക്. ഇവിടെ പിന്നെ വാങ്ങിച്ചു കാണുമല്ലോ. രാ വന്നേ, പോവണ്ടേ? എങ്ങോട്ടാ? ഞാനും വരട്ടെ. പെമ്പിള്ളാർക്ക് പോകാൻ പറ്റിയ സ്ഥലമല്ല അത്. ഓ, കുപ്പിയൊപ്പിക്കാനുള്ള പോക്കാണോ? കിട്ടുമ്പോഴേ എനിക്കുള്ള കോട്ട ഇങ്ങെത്തിച്ചേക്കണേ. ശരി ശരി. അല്ലടി, നിന്റെ അപ്പനങ്ങ് ദുഫായിന്ന് വിളിച്ചോ? അതൊക്കെ ടൈമിന് വിളിക്കുന്നുണ്ട്. ഡയലോഗ് അടി കഴിഞ്ഞാലേ മോള് പോയി ബീഫ് അമ്മച്ചിയുടെ കൊടു. പോ. ഈ ദുഷ്ടന്മാര്. മത്തായിച്ചോ, മത്തായിച്ചോ. എന്നതാടാ കിടന്ന് കാറി കൂന്നേ? അല്ല, വല്യമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പൻ എപ്പോ വന്നു? ആ, ഞാൻ വന്നിട്ട് 40-45 കൊല്ലമായി. നീ സാധനം എടു. മത്തായിച്ചോ, സ്ഥിര സാധനങ്ങൾ പോരട്ടെ. ആ, വന്നോട്ടേ, പോന്നോട്ടേ. ഇന്നാടാ പിള്ളാരെ കപ്പയും ബീഫും. ഹോ, എന്റെ വല്യമ്മി ഉണ്ടാക്കുന്നതിനൊക്കെ എന്നാ ടേസ്റ്റാ. നല്ല മണം. ജീനാമച്ചി കേക്കല്ല്. ഒന്ന് പോടാ. അവള് കേട്ടാ ഇപ്പൊ എന്നതാ? ജയ്സാപ്പിയെ കുറച്ചുകൂടെ എടുത്ത് കഴിക്കടാ അങ്ങോട്ട്. അല്ലടാ മത്തായി, ക്രിസ്മസ് ഒക്കെ ആയില്ലേ? ഇപ്രാവശ്യം റേച്ചലും കൊച്ചും ഇങ്ങോട്ട് വരുവോടാ? ആ, പറയാൻ മറന്നു. അവളും കൊച്ചും വരുന്നുണ്ടടാ. കൊറേ ആയില്ലേ ഞാൻ ഇവിടെയും അവള് അവിടെയും. അതുകൊണ്ടിനി അവള് തിരിച്ചു പോകുന്നില്ല. കൊച്ചു തിരിച്ചു പോകും. ഓ, അപ്പൊ ഇനി മത്തായിച്ചിന് ഞങ്ങളുടെ കമ്പനി ഒന്നും വേണ്ടായിരിക്കും. അല്ല, ചേട്ടായും ചേച്ചി എന്തേ? അവർ രണ്ടുപേരും പള്ളി കഴിഞ്ഞപ്പോ അവളുടെ വീട്ടിലോട്ടങ്ങ് പോയി. അല്ല, അപ്പൊ വല്യമ്മച്ചിയോ? നിനക്ക് അറിയത്തില്ലേ സ്വഭാവം? ആരെങ്കിലും എങ്ങോട്ടേലും പോയാ അപ്പൊ അങ്ങോട്ട് ചാടുന്ന ആളാ എന്റെ അമ്മായിയമ്മ. ഇന്നിനി ചേച്ചിയുടെ വീട്ടുകാരെ പറ്റി കുറ്റങ്ങൾ കേൾക്കാവുന്ന അർത്ഥം. ഓ, തുടങ്ങി. എടാ മോനെ ജയ്സ, എനിക്കിതൊന്നും കേൾക്കാൻ വയ്യ. നീ എനിക്കൊന്ന് ഒഴിച്ചേ. എടാ കൊച്ചേ, എനിക്കും. I'm a niru kali drunk, now an alkali drunk. എടാ ഊവേ, ഇത് എങ്ങോട്ടാ? ഓ, ഒരു കുരിശ് വന്ന് കേറിയിട്ടുണ്ട്. ഒന്നും പറയണ്ട. ആ ഗ്രേസിന്റെ ഇളയപ്പൻ ഇല്ലയോ, ആ വയ്യാതെ കിടക്കുന്നത്. ഹങ്ങാരുതേ ഇപ്പൊ ചാവാൻ കിടക്കുവാന്നും പറഞ്ഞ് അവള് പാതിരാത്രി എനിക്ക് സ്വൈര്യം തന്നിട്ടില്ലടാ. ഓ, ലങ്ങനെ. അല്ലടാ, എല്ലാവരും ഉണ്ടോ? ഗ്രേസിനെ നിനക്ക് അറിയാലോ. എല്ലാത്തിനും പൊക്കിക്കൊണ്ട് പോയില്ലേലും അവക്ക് സമാധാനം വരികയല്ല. ഷേ, അവളും കൊച്ചും ഇന്ന് രാത്രിയിലത്തേക്കിനാ വരുന്നേ. നമ്മുടെ ഗ്ലാഡീനെയും കൊണ്ട് എയർപോർട്ടിൽ പോവാന്നാ വിചാരിച്ചിരുന്നേ. ഹാ, ഇനി ജെയ്സനെയും കൂട്ടി പോവാ. ആ, അങ്ങനെ ചെയ്യെന്നാ. രണ്ടു ദിവസം എന്റെ കട അടച്ചിട്ടപ്പോ അമ്മച്ചിക്ക് സമാധാനമായോ? ഹോ, ഇന്നലെ കുരുമുളക് പറിക്കേണ്ട ദിവസമായിരുന്നു. അവളുടെ ഒരു ഇളയാപ്പൻ അങ്ങനെ ഇപ്പോഴൊന്നും തീരത്തില്ലടി. എന്നാലും 2 ദിവസം, എന്റെ 2 ദിവസം. നിർത്തടാ. നിനക്ക് എന്താടാ 2 ദിവസം അങ്ങോട്ട് പോയാല്? വലിയ ഉദ്യോഗമൊന്നും ഇല്ലല്ലോ സാറിന്. അമ്മച്ചി, ഇവര് രണ്ടുപേരും പറഞ്ഞ ഞാൻ മിണ്ടാതിരിക്കും. പക്ഷെ ജോലിയും കൂലിയില്ലാത്ത നീ എന്തേലും മൊഴിഞ്ഞ അത് കേട്ടിരിക്കാൻ പറ്റുവേലടാ എനിക്ക്. ചേട്ടായി. ഹലോ. കേക്കുന്നില്ല. ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങട്ടെ. കാല് വാരിയല്ലേ അപ്പ. കുരുമുളക് പറിക്കാൻ ബേബിച്ചൻ വന്നോ എന്തോ. ഞാൻ പോയി നോക്കട്ടെ. ഓ, അതും പോയോ? ചേച്ചിയെ ഒന്ന് രക്ഷിക്കും. സോറിടാ അനിയ, എന്നോട് നീ ക്ഷമിക്ക്. വല്യമ്മച്ചി വന്നേ, മരുന്ന് കഴിക്കാൻ സമയായി. എടാ പറയടാ, നിന്റെ 2 ദിവസം. ദിവസത്തിന്റെ കണക്ക് അത് ഈ എന്നോട്. നിനക്കൊക്കെ വേണ്ടി ദിവസമല്ലടാ, മാസങ്ങളാണ് ഞാൻ കളഞ്ഞത്. എന്റെ 9 മാസവും 3 ദിവസവും
ഒന്നും അറിയാനോ തിരിയാനോ പറ്റാണ്ടായ ആ ദിവസങ്ങള്. ഹോ, ഓർക്കുമ്പോ ഇപ്പോഴും മനസ്സിലൊരു വിങ്ങല. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. അമ്മച്ചി ഇങ്ങനെ ദേഷ്യപ്പെടാതെ. ഷോ, ദേ നോക്ക്, കയറി ചുമക്കുന്നു. നല്ല ലൂപിക്ക് പഴുത്തതുപോലുണ്ട്. എന്നെ രസം എന്റെ അമ്മച്ചി ഇപ്പൊ കാണാൻ. അമ്മച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ദേഷ്യപ്പെടണോ? പെട്ടോ? ഞാൻ ദേ ആ മുഖത്തോട്ട് നോക്കി ഇങ്ങനെ കേട്ടിരിക്കാം. ശരിക്കും ഷോ, ഒന്ന് പോടാ അവിടുന്ന്. അയ്യോ, വന്നിട്ട് എന്റെ കുഞ്ഞ് ഒന്നും കഴിച്ചില്ലല്ലോ. എന്റെ മക്കൾ ഇവിടെ ഇരിക്കേ, അമ്മച്ചി പോയി എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കി വെച്ചും വരാം. സമ്മതിച്ചു മോനെ നിന്നെ. ഈ വീട്ടിൽ വന്നപ്പോ തൊട്ടാ ഇങ്ങനത്തെ ഓരോ സീനൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയത്. ചേച്ചി വന്നിട്ട് കഷ്ടിച്ചൊരു കൊല്ലമല്ലേ ആയുള്ളൂ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ഇന്നാ ചാക്കോച്ചന്റെ ചെക്കന്റെ മധുരം വെപ്പ്. അല്ല, ഈ വീട്ടിൽ നിന്ന് എല്ലാവരും അങ്ങോട്ട് പോകുന്നില്ലേ? പിന്നെ പോണം. എന്റെ കെട്ടിന് അവിടുന്ന് എല്ലാവരും വന്നതാ. ഓർമ്മിപ്പിക്കല്ലേടാ, അന്ന് കുടുംബത്തോടെ വന്ന് നല്ല തട്ടായിരുന്നു. ഇന്ന് വയറ് നിറച്ച് എല്ലാവരും അവിടുന്ന് കഴിച്ചോണം. മുതലെടുക്കാനുള്ള ഒറ്റ വഴിയാ ഇത്. എടാ കുറച്ചൂടെ നീ കുറച്ചെന്ന് പറയാൻ തുടങ്ങിയിട്ട് കൊറേ നേരമായല്ലോടാ. ഇന്നാ ഒറ്റക്കിരുന്ന് ഒഴി. അതെന്നെ വർത്താനമാടാ. എന്നതാടാ ഇവിടെ എല്ലാം കൂടെ അലമ്പാത്. ഇപ്പോഴാണോ കെട്ടിയെടുക്കുന്ന ഇങ്ങാര്? ഒന്നും പറയണ്ടടാ. ചേട്ടായി എന്നെ പിടിച്ച് കടയിരുത്തിയേക്കുമായിരുന്നു. എനിക്കൂടെ ഒഴിയടാ. ഒരു മെഴുതിരിയുടെ നെറുകയിലെറിയാൻ പ്രണയമേ അരികിൽ വന്നു നീ. ഒരു സുഖമറവിയിലൊരുകുകയാണെൻ ഹൃദയമേ. വെറുതെ നിന്നു ഞാൻ. ഒരു നോവു പോലെരിയുന്നിതാ തിരി. ഏതോ കിനാവിൽ നിറയുന്നിതൻ മിഴി. മറന്നു ഞാനിന്നെന്നെയും പ്രിയ. ഒഴുകിയലകളിൽ ഒരു മെഴുതിരിയുടെ നെറുകയിലെറിയാൻ പ്രണയമേ അരികിൽ വന്നു നീ. അല്ലടാ, ആരാ പാടുന്നേ? ഓ, അതാ മത്തായിച്ചിന്റെ മോളല്ലേ? അവള് വലിയ പാട്ടുകാരിയൊക്കെ ഇല്ലയോ? കാണാൻ പറ്റുന്നില്ലല്ലോ. അല്ല, ഈ കൊച്ചിത് എവിടെ പോയി? ഗ്രേസേ, ഡീ ഇവിടെ ഇങ്ങോട്ട് വാ. നീ ഇവിടെ ഇരിക്കുകയാണോ? അപ്പൊ അകത്ത് അവളുമാര് തള്ളു തുടങ്ങി കാണുമല്ലോ. അയ്യോ, കേട്ടു മടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നത്. എടാ ഗ്ലാഡി, അവിടെ നില്ലടാ. ഇവളും കൊച്ചും വന്നിട്ട് നീ കണ്ടില്ലല്ലോ. ദേ നോക്കടി, ഇതാണ് നമ്മുടെ ഗ്ലാഡി. അയ്യോടാ, ഇവനങ്ങ് വലിയ ചെക്കനായല്ലോടി. അല്ലടി, കൊച്ചു വന്നില്ലയോ? വന്നടി, അവളല്ലയോ ആ പാട്ടൊക്കെ പാടിയത്. അല്ല, കൊച്ചിനെവിടെ പോയി? എടി കുഞ്ഞി, നീ പോയി സാറെ വിളിച്ചോണ്ട് വാ. ശരി ആന്റി. സാറ, നിന്നെ റേച്ചൽ ആന്റി വിളിക്കുന്നു. മമ്മി, എന്നെ വിളിച്ചോ? അയ്യോടാ, എന്റെ സാറ കൊച്ചേ, കുഞ്ഞിനെ കണ്ട പോലെ അല്ലല്ലോ.
എന്നാ സുന്ദരിയാ ഇപ്പോ. എന്നെ ഓർമ്മ ഉണ്ടോടി കൊച്ചേ നിനക്ക്? ആ, മമ്മി ഇടയ്ക്ക് പറയാറുണ്ട് ആന്റിയെ പറ്റിയൊക്കെ. ആ, ഇതാരാ? ഇതാണ് നിന്റെ പപ്പ എപ്പോഴും പറയുന്ന ഗ്ലാഡി. മിണ്ടട എന്റെ കൊച്ചിനോട്. വലിയ നാണക്കാരനാന്ന് തോന്നുന്നല്ലോ. ഏയ് അങ്ങനൊന്നുമില്ല. ഹായ്, ഗ്ലാഡ്വിൻ ലൂയിസ്. ഹായ്. ഡേ ചേട്ടായി, അങ്ങോട്ട് നോക്ക്. എന്താടാ, ഇഷ്ടപ്പെട്ടോ? പെട്ടെന്നാ തോന്നുന്നേ. എന്താടാ ഈ പറയുന്നേ? ഇപ്പൊ കണ്ടതിനൊക്കെ ഞാൻ നോക്കൂ. അതും ഞാൻ പ്രേമിക്കാനൊന്നും എന്നെ കിട്ടൂല. എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. ഓ, നശിച്ച തള്ള. ഇതാണോടി റേച്ചല്ലേ നിന്റെ കൊച്ച്? കാണാൻ വലിയ കുഴപ്പമില്ല. എന്റെ മോനും അങ്ങ് UK-യിലുണ്ട്. ഇവർക്കൊന്ന് പതുക്കെ സംസാരിച്ചൂടെ? എന്തൊരു സൗണ്ട് ഈ തള്ളക്ക്. അല്ലടി ഗ്രേസേ, നിന്റെ മരുമോക്ക് വിശേഷമൊന്നും ആയില്ലയോ? കെട്ടുകഴിഞ്ഞിട്ട് ഒരു കൊല്ലമൊക്കെ ആയില്ലേ? ഡോക്ടറൊക്കെ ഒന്ന് കാണിക്കാൻ വയ്യായിരുന്നോ? ഓ, ഈ തള്ള. ചേച്ചി, മിണ്ടാൻ പോവണ്ട. നമുക്ക് കുറച്ച് മാറി നിൽക്കാം. ഈ നാട്ടിലെ പ്രധാന ചൊറിയത്തി ന്യൂസ് റീഡറാണ് അവര്. പാടാ, സ്കൂട്ടായിക്കോ. അടുത്തത് നമുക്കിട്ടാ. അല്ല, എന്താടി ഗ്രേസേ നിന്റെ മോൻ ഇതുവരെയായിട്ടും ജോലി കിട്ടാത്തത്? അതൊക്കെ എന്റെ ജോയി മോൻ അങ്ങ് UK-യിലെ 2.5 ലക്ഷമാ ഉണ്ടാക്കുന്നത്. നാശം. ആ പെണ്ണിന്റെ മുന്നിൽ വെച്ച് നാട്ടിച്ചല്ലോ. അതെ അന്നെ, പൈസ ഉണ്ടാക്കുന്നതിലല്ലോ കാര്യം. ഇവന്മാരിവിടുത്തെ നാട്ടുകാർക്ക് നല്ല ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യമല്ലേ? അയ്യോ, ഞാനേ അകത്തോട്ട് ചെല്ലട്ടെ. ചെക്കനെ ഇതുവരെ വന്നിട്ട് കണ്ടില്ലല്ലോ. എന്റെ ആന്റി, കൈ കൊട്. ആദ്യവായ ആ തള്ളയുടെ വാ അടഞ്ഞത്. എന്താ ഇവിടെ? അയ്യോ, ഗ്ലാഡി ചേട്ടായി. ചേച്ചി, ഞങ്ങള് പോവാണേ. വാടി വാടി, വേഗം പോവാ. നിക്കവിടെ. കയ്യിലെന്താ? അത് പിന്നെ നാട്ടിൽ വന്നിട്ട് ഇത് കുടിക്കണമെന്ന് ഒരാഗ്രഹം. ആരോടും പറയല്ലേ പ്ലീസ്. ശരി ശരി, ഞാനായിട്ട് ആരോടും പറയുന്നില്ല. എന്നാ വെള്ളം കുടിക്ക്. അയ്യോ, വയ്യടാ, മടുത്തു. മസിലിനൊക്കെ ഒടുക്കത്തെ വേദന. ഇതിനാ പറയുന്നേ ഡെയിലി വന്ന് ഓരോ റൗണ്ടിലും കളിക്കണമെന്ന്. ഗ്ലാഡി ചേട്ടായി, ദോ ആരാ വരുന്നേ നോക്ക്. ചെക്കന്റെ നാണം നോക്കടി. സാർ ചേച്ചി, ചേച്ചി ഇവിടെ ഇവിടെ, ഇങ്ങോട്ട് വാ. ഇവക്കിത് എന്താടാ? വഴിയെ പോകുന്നതിനെയൊക്കെ വിളിച്ചു നിർത്തുന്നു. ആഹാ, എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. എന്താ പരിപാടി? ഇവരിവിടെ ഫുട്ബോൾ കളിയായിരുന്നു. പിന്നെ ഗ്ലാഡി ചേട്ടായി സൂപ്പർ പ്ലെയറാ. ഗ്ലാഡി ചേട്ടായി എല്ലാത്തിനും മെയിനാ. തല്ലുകൂടാനാണ് ബെസ്റ്റ്. തല്ലോ? ആന്നേ, എന്റെ സാറ ചേച്ചി, ചേച്ചി ഇത് കേക്കണം. കഴിഞ്ഞ പള്ളി പെരുന്നാളിന് എന്നെ മുട്ടേൻ അടിയായിരുന്നെന്നോ. ഒടുക്കത്തെ അടി. ഗ്ലാഡി ചേട്ടായി അവനെയൊക്കെ ഇടിച്ചിടിച്ചിടിച്ച് ശരിയാക്കി. പിന്നെ ഇടിച്ചു മാറ്റടാ ഇതിനെ. ഓവറാക്കി ചളവാക്കാതെ പുല്ലേ. അവള് പറയുന്നത് മൈൻഡാക്കണ്ട. അല്ല സാറ് ഇതെങ്ങോട്ടാ? ഇവിടെ അടുത്ത് മമ്മിയുടെ കസിൻ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോവാ. എന്നാ ചെന്നാട്ടെ. ശരിയെന്നാ. എന്തുവായിരുന്നടി അത്? തല്ലിന്റെ ഒക്കെ കാര്യം എന്തിനാ അവളോട് വിളമ്പിയത്? ചേച്ചി ഒന്ന് ഇംപ്രസ്ഡ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. കുറഞ്ഞു പോയോ? അവൾ ഇനി ഇവൻ ഗുണ്ടയാണെന്ന് കരുതിയിട്ടുണ്ടാവും. നീ ഒന്ന് പോയേ. ഓരോന്ന് ഒപ്പിച്ചു വെച്ചോളും. ഞാൻ പിന്നെ വരാം വീട്ടില്. നോക്കടാ, ആ ജെയ്സിന്റെ പെങ്ങള്. വാവച്ചി, എന്താണ് മോളെ ഒരു മൈൻഡില്ലാത്തത്? എന്താണ് നിനക്കൊക്കെ? എന്തിയേടി നിന്റെ മറ്റോമാര്, പ്രത്യേകിച്ച് നിന്റെ കസിൻ ഗ്ലാഡി. ഹോ, ചേട്ടന്മാരാന്നും പറഞ്ഞു വെച്ചോണ്ടിരിക്കുവല്ലയോ അവന്മാര് നിന്നെ. ഞങ്ങളെയും കൂടി ഒന്ന് പരിഗണിക്കണം കേട്ടോ. ഞങ്ങളും നിന്റെ ചേട്ടന്മാരാവാം. ഇല്ലേടാ പിള്ളാരെ? എടാ ചെക്ക, പെമ്പിള്ളാരോട് മിണ്ടിക്കോ.
പക്ഷെ തൊണ്ടയില്ലാത്തരം പറഞ്ഞോണ്ടല്ലോ. ഒന്ന് പോയേടാ. നീ എന്തോ ചെയ്യും, ഞങ്ങൾ ഇനിയും പറയും. ഇനി ഏതവനെയൊക്കെയാണോ പരിഗണിക്കേണ്ടത്? അങ്ങോട്ട് നോക്ക്, അവള്. എടാ അത് വിട്, അവള് കണ്ടത് കണ്ടു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഹേയ് ബോയ്സ്. എടാ റൂബ. നോ, വെറും റൂബനല്ലടാ, ദുബായ് റൂബൻ. അടുത്തത് ഇവനും അവിടെ റീൽസ് കാണലാണോ പണി? എന്താടാ അവിടെ നിന്ന് പോകുന്നത്? അവര് ചവിട്ടി പുറത്താക്കിയോ? ചവിട്ടി പുറത്താക്കിയൊന്നും അല്ല, ക്രിസ്മസ് ആയിട്ട് ലീവ് എടുത്ത് വന്നതാ. കൺട്രി ഫെലോസ്. അല്ല, ഇവനിതെന്താ പറ്റി? പ്രേമം. പ്രേമമോ? ആരോട്? ഓ ഐ സീ. എടാ മച്ച, ജീവിതാനുഭവം കൊണ്ട് പറയുക, വേലും കൂലി ഇല്ലാത്തവനൊന്നും പെണ്ണില്ലടാ. നീ ഇനി വല്ല അവളോട് ഇഷ്ടമാന്ന് പറഞ്ഞ അവള് ചെരുപ്പൂരി അടിക്കും. പോരാത്തേന് ആ കൊച്ചു പുറത്ത് വളർന്നവള്. അത് ശരിയാ, ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവന്മാരും പുറത്താ, ഞങ്ങള് രണ്ടുപേരും ഒഴിച്ച്. എല്ലാരും രക്ഷപ്പെട്ടു. ഞാനും എപ്പോഴേലും രക്ഷപ്പെടുമായിരിക്കും. എടാ ഒരുമാതിരി തെണ്ടിത്തര എന്റെ അടുത്തിരുന്ന് പറയല്ലേ. നീ രക്ഷപ്പെടുവോ? എടാ എന്റെ കൂടെ ഡെയിലി തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന നീ രക്ഷപ്പെടുവോ? അപ്പൊ അതിന് ഒരു തീരുമാനമായി. വേലും കൂലി ഇല്ലാത്തവനൊന്നും പെണ്ണില്ലടാ. നീ ഇനി വല്ല അവളോട് ഇഷ്ടമാന്ന് പറഞ്ഞ അവള് ചെരുപ്പൂരി അടിക്കും. ദേ ഗ്ലാഡി വന്നല്ലോ. എടാ ദേ നമ്മുടെ സാറമോൾ ഇന്നാ തിരിച്ചു പോകുന്നേ. എടാ വാ പോവാം. ഞാനില്ലടാ. എടാ ചെറുത് രണ്ടെണ്ണം അടിക്കാന്ന് വാ. ഇല്ലടാ, നിങ്ങള് വിട്ടോ, ഞാൻ കുറച്ച് കഴിഞ്ഞു വരാം. എവിടായിരുന്നടാ കോപ്പേ നീ? വിളിച്ച ഫോൺ എടുക്കില്ല, വീട്ടിൽ ചെന്നാലോ വീട്ടുകാർക്കും അറിഞ്ഞൂടാ. ജാ അടങ്ങ്. എടാ എന്താ കാര്യം പറ. എടാ അത് എനിക്ക് ജോലി സെറ്റായി. നീ പണിയെടുക്കാൻ പോവാണോ? മിണ്ടാതിരിയടാ ഒന്ന്. അല്ല നീ ജോലിയുടെ കാര്യം പറ. അത് പിന്നെ ഇവിടെ അല്ല, അങ്ങ് UK-യിലാ. എടാ കോപ്പേ, നീ സീരിയസ് ആയിരുന്നോ? ഇത്രക്ക് ഇഷ്ടമാണോടാ നിനക്ക് അവളോട്? ഷേ, ഞാൻ വിചാരിച്ചു ടൈം പാസ് ആയിരുന്നു. എടാ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അവളെ വേണം. രൂപ, നീ എന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ ഇഷ്ടം ഞാൻ അവളോട് പറയും, പക്ഷേ ഇപ്പോഴല്ല. എന്റെ ലൈഫ് ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടേ ഞാൻ അവളോടത് പറയൂ. നീ പോയി സെറ്റാക്കടാ. എന്നാലും എങ്ങനെ തോന്നുന്നടാ എന്നെയും ഈ നാടിനെയൊക്കെ വിട്ടിട്ട് അങ്ങ് പോകാൻ? പൊന്നളിയ, ചടപ്പിക്കല്ലേ, ഞാനൊന്ന് രക്ഷപ്പെട്ടോട്ടെ. ഹായ് ഗ്ലാഡി. ഹായ്. എന്താടോ, നാട്ടിലത്തെ പോലെ ഇവിടെയും കലിപ്പിട്ടിരിക്കാനാണോ തന്റെ പ്ലാൻ? കലിപ്പോ? ഏയ് അങ്ങനൊന്നുമില്ല. ഓക്കെ ഫൈൻ. ഫ്രണ്ട്സ്? ഫ്രണ്ട്സ്.
എന്റെ പൊന്നമ്മച്ചി പറയുന്നതൊന്ന് മനസ്സിലാക്ക്. കിട്ടൊന്ന് സെറ്റ് ആവൂല എനിക്ക്. നീ ഒന്നും മിണ്ടാതിരിക്കടാ. പോയിട്ട് ഒരു കൊല്ലമായി. നിന്റെ പ്രായം എത്രാന്ന് വല്ല വിചാരമുണ്ടോ? എടാ ഗ്ലാഡിയെ, പെങ്കൊച്ചി നല്ല സൂപ്പറാടാ. പോരാത്തതിന് നേഴ്സും. എടാ മോനെ, ദേ ഇവിടെ എല്ലാവർക്കും ആ കൊച്ചിനെ ഇഷ്ടമായി. മോന് ഫോട്ടോ അയച്ചു തരട്ടെ? അത് ശരി, എല്ലാരും കൂടെ ഒന്നിച്ചുള്ള പ്ലാനാ അല്ലേ? ദേ കെട്ടും കോപ്പൊന്നും എനിക്ക് പറ്റുകയില്ല. ഞാൻ വെക്കുവാ. ശരി എന്നാ. എന്താണ് മോനെ നാട്ടിലത്തെ പുതിയ പ്രോബ്ലം? വേറെന്ത്, എന്റെ കെട്ടു തന്നെ. അവരെയൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാതെ അങ്ങ് കെട്ടടാ ചക്ക. ദേ ഞാൻ സീരിയസ് ആയി പറയാ, ആ പ്രപ്പോസൽ നല്ലതാണേല് നീ ഒന്ന് നോക്കി. അല്ല, നിനക്ക് സീനൊന്നുമില്ലേ? എനിക്കെന്ത് സീനാടാ, നീ കെട്ടിപ്പോയാ എനിക്ക് അത്രയും ലാഭം. പിന്നെ ഈ ഫ്ലാറ്റ് ഫുള്ള് എന്റെ മാത്രം ആവില്ലേടാ. ഓ, ഇങ്ങനൊരു പൊട്ടൻ. ഇത്രയും കാലം മനസ്സിൽ കൊണ്ട് നടന്നൊക്കെ വെറുതെ ആയി. അവക്കെന്നെ ഇഷ്ടമൊന്നുമല്ല, ഞാനൊരു പൊട്ടൻ. അമ്മച്ചി, അത് കെട്ടിന് എനിക്ക് സമ്മതം. കേട്ടോടി റീച്ചലേ, പെങ്കൊച്ചേ നേഴ്സാ. കെട്ടുകഴിഞ്ഞ നമ്മുടെ ഗ്ലാഡിയുടെ കൂടെ അങ്ങ് UK അവളും പോകും. അല്ല അന്നാമോ, നിന്റെ ജോയി മോന് കല്യാണം ഒന്നും ശരിയായില്ലേ? വല്യ മമ്മി ഷൈൻ ചെയ്യുവാണല്ലോ ചേച്ചി. ഈ ആലോചന വന്നപ്പോ തൊട്ട് അമ്മച്ചി നിലത്തും താഴെയൊന്നും അല്ലടി. എടാ, ഇങ്ങനെ ഇരുന്ന് എങ്ങനാ? കെട്ടാൻ പോകുന്ന കൊച്ചിനെ നീ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ലല്ലോ. പോയി ഒന്ന് കണ്ടേച്ചും പാടാ. നീ ഒന്ന് പറയടാ മത്തായി. ആ, ലോയി പറഞ്ഞത് ശരിയാ. നീ പോയി കണ്ടിട്ട് പാടാ. ദേ പെണ്ണു വന്നു. ആ പിന്നെ പേര് മറക്കണ്ട, ലൂണ. ഗ്ലാഡി ചായ? ഇച്ചായനോ? ആ അല്ല, കെട്ടാൻ പോകുന്ന ആളല്ലേ, അപ്പോ ഇച്ചായെന്നല്ലേ വിളിക്കേണ്ടത്. അല്ല, കൊച്ചിനി കെട്ടിന് വല്ല എതിർപ്പുണ്ടോ? ഉണ്ടേ പറഞ്ഞു. ഏയ് ഇല്ല, ഇച്ചായന്റെ ഫോട്ടോ കണ്ടപ്പോഴേ എനിക്കിഷ്ടായി. ബെസ്റ്റ്. ഇത് തലയിലായല്ലോ. ഈ കെട്ട് എങ്ങനെ ഒന്ന് മുടക്കുന്നത്? സങ്കടപ്പെട്ടതൊക്കെ മതി. ആ പെണ്ണിനെ മറക്കാൻ നോക്ക്. നീ അങ്ങോട്ട് നോക്ക്, അവൾ എന്ത് ഹാപ്പിയാന്ന്. അതെ, നാളെ നിന്റെ കെട്ടാ, അത് നീ മറക്കല്ലേ. ഒരു പെണ്ണ് നിന്നെ കാത്തിരിപ്പുണ്ട്. നിന്റെ കെട്ടിന് സാറയ്ക്ക് ഒരു പ്രശ്നവുമില്ലല്ലോടാ. എന്ത് കൂളായി അവള് നടക്കുന്നത്. അവക്ക് നിന്നോട് ഒരു കുന്തവും ഇല്ല.
ഞാൻ പോയെന്ന് കിടക്കട്ടാ. എടാ, രാവിലെ പള്ളിയിൽ പോവാൻ വേണ്ടി നേരത്തെ ഒന്ന് വിളിച്ചെഴുന്നേപ്പിച്ചേക്കണേ. ആ, ഇത് നാളെ ഗ്ലാഡിക്ക് ഇടാനുള്ള ഡ്രസ്സാ. ഇത് ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. ആഹാ, ഇവിടെ നിൽക്കാണോ? പോയി ഉറങ്ങടാ. അല്ല, നാളെ കെട്ടല്ലേ? ടെൻഷൻ ഉണ്ടോടാ? ഏയ് ഇല്ല, നീ പൊക്കോ. ഇപ്പോഴും കെട്ടാൻ പോകുന്ന പെണ്ണിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നത് പോലുമില്ല. എന്നെ വേണ്ടാത്തവളെ പറ്റി തന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. എന്തിനാ വെറുതെ? എന്നെ വേണ്ടാത്തവളെ എനിക്കും വേണ്ട. എല്ലാം ഒരു സ്വപ്നം പോലെ മറക്കാം. ചിലപ്പോ ലൂണയായിരിക്കും എന്റെ വിധി. നീ കെട്ടണ്ടടാ, എനിക്ക് പറ്റുന്നില്ല. നീ വേറൊരുത്തിടാവുന്നത് കാണാൻ എനിക്ക് പറ്റുകയില്ല. നീ എന്റെയാ, എന്റെ മാത്രം. മടുത്തു, അഭിനയിച്ച് മടുത്തു എനിക്ക്. സാറാ, നീ അല്ല, നീ ഇതെന്തൊക്കെ ഈ പറയുന്നേ? നീ നോക്ക് ഗ്ലാഡി, എനിക്ക് നിന്നെ ഇഷ്ടം ഒരുപാട്. എപ്പോ, എങ്ങനെ എന്നൊന്നും എന്നോട് ചോദിക്കരുത്. നിനക്കങ്ങനെ ഒന്നും എന്നോട് ഇല്ലെന്ന് വിചാരിച്ചാ മിണ്ടാതിരുന്നത്. നിന്റെ കല്യാണത്തിന്റെ കാര്യം വന്നപ്പോഴും അതുകൊണ്ട് മാത്രം ഞാൻ മിണ്ടാതിരുന്നത്. ഇപ്പോൾ ഓർക്കുമ്പോൾ ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നേരത്തെ ഞാനത് പറഞ്ഞാൽ മതിയായിരുന്നു. ഇങ്ങനൊന്നും ആവില്ലായിരുന്നു അല്ലേ? പക്ഷെ ഇനി എനിക്ക് പറ്റുകയില്ല. നീ നാളെ അവളെ കെട്ടാൻ പോവാന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഭ്രാന്താവുന്നു. ഡാഡി, നീ നാളെ കെട്ടുന്നില്ല, അത്ര തന്നെ. നിനക്കെന്നെ ഇഷ്ടമാണല്ലോ അല്ലേ? എടി, ഇഷ്ടമാണോന്ന് ചോദിച്ചാ ഇഷ്ടമാണ് ഒരുപാട്. പക്ഷേ നീ നീ ഇപ്പൊ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നാളെ ഇത് കെട്ടാടി. ഇനി ഇനി എന്താ ചെയ്യാ? ഇനി ഒരു വഴിയേ ഉള്ളൂ. നമുക്ക് ഒളിച്ചോടാം. ഒളിച്ചോട്ടോ? ഏയ്, വേണ്ട വേണ്ട. വീട്ടുകാര് അല്ല, ആകെ നാണക്കേടാകൂടി. മിണ്ടാതിരിയടാ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്കെന്നെ ഇഷ്ടമാണ്. ഇഷ്ടമാണല്ലോ അല്ലേ? അപ്പോ നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് ചാടിയാലോ? എന്റെ ഈശോയെ, ഈ പെണ്ണിത് എന്ത് ഭാവിച്ച? എന്റെ കർത്താവേ, എന്നെ കാത്തോണേ. ആ ഗ്ലാഡി, നീ വന്നോ? കഴിഞ്ഞതൊക്കെ മറന്നേക്കടാ. ഡി, ഈ നാട്ടുകാരൊക്കെ എന്തിനാ നമ്മളെ ഇങ്ങനെ നോക്കുന്നത്? അതെ, മുൻ UK ലീവിന് വരുന്ന വരവല്ല ഇത്. ഒളിച്ചോടി പോയിട്ട് നാട്ടിലോട്ട് വന്നേക്കുക. അത് മറക്കണ്ട. അപ്പൊ നാട്ടുകാരൊക്കെ നോക്കും. ഇച്ചായ, നോക്ക്, ആരാ വരുന്നേന്ന്. അമ്മച്ചി, എന്തിനാ രണ്ടും കൂടി ഇങ്ങോട്ട് വന്നത്? മനുഷ്യനെ തീ തീറ്റിച്ചപ്പോ സമാധാനമായോ രണ്ടിനും? അമ്മച്ചി, പറ്റിപ്പോയി. ഞാൻ പോയി ലൂണയോടും അവളുടെ വീട്ടുകാരോടും ക്ഷമ ചോദിക്കാം. എന്തിന്? അല്ല, അവരെ നാണം കെടുത്തിയില്ലേ, അതിന്. എടാ പൊട്ടാ, ആ രാത്രിയിലെ ഒളിച്ചോടിപ്പോയത് നിങ്ങള് മാത്രമല്ല, ആ ലൂണയും പോയടാ. ആരുടെ കൂടെ? എന്താടാ അതറിയാൻ നിനക്ക് ഇത്ര തിടുക്കം? അല്ല, അത് പിന്നെ എന്റെ ചേട്ടായി, ആ പരദൂഷണ തള്ളയുടെ മാന്യനായ ഒരു മോനില്ലേ, ജോയി, ആ പുറത്ത് ജോലി ചെയ്യുന്നേ, അവന്റെ കൂടെയാ അവള് പോയത്. പറഞ്ഞു കേക്കുന്നത് 4-5 കൊല്ലത്തെ പ്രേമമാണെന്നെങ്ങാണ്ടയാ. ജോയിയോ? അവനല്ലേ? എടാ ഗ്ലാഡി, ഫോട്ടോ കണ്ടിട്ട് നല്ല കൊച്ചാണെന്ന് തോന്നുന്നുണ്ട്. നീ അവളെ അങ്ങ് കെട്ടടാ. സാറേ എന്തായാലും നിന്നോട് ഇഷ്ടമാണെന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ വെറുതെ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് നാണം കെടാൻ നിൽക്കണ്ട. നീ വീട്ടുകാരോട് കല്യാണത്തിന് സമ്മതമാണെന്നങ്ങ് പറ. തെണ്ടി, കാല് വരാൻ നോക്കിയതാ. താങ്ക്സ് ഒന്നും വേണ്ട. എന്തിന്? അല്ല, ഞാനല്ലേ നിന്നെ അതിൽ നിന്ന് രക്ഷിച്ചേ. പിന്നെ നിങ്ങൾ ഒളിച്ചോടിയ കഥയൊന്നും നാട്ടുകാർക്കും അറിയില്ല, കുടുംബക്കാർക്കും അറിയില്ല. എല്ലാവരുടെയും വിചാരം
മറ്റവരുടെ ഒളിച്ചോട്ടം കാരണം നീ മനം നൊന്ത് തിരിച്ചു പോയിന്ന. ഞങ്ങളായിട്ട് അത് തിരുത്താനും പോയിട്ടില്ല. അല്ല പിന്നെ എന്തിനാ അമ്മച്ചി എന്നെ ഇങ്ങനെ തല്ലിയത്? ഉഫ്, എന്നെ ഒടുക്ക തടിയായിരുന്നു. ആ, നിനക്കൊരു തല്ലിന്റെ കുറവുണ്ടായിരുന്നു, അത് ഞാൻ അങ്ങ് തന്നു, അത്ര തന്നെ. മമ്മി എന്തിനാ എന്നെ തല്ലിയേ? അല്ല, ഇവള് തല്ലുന്നത് കണ്ടപ്പോ ആവേശം കൊണ്ട് ഞാനൊന്ന് തല്ലിയതാ. എന്റെ കൊച്ചിന് വേദനിച്ചോ? അങ്ങനെ ഒരു ക്രിസ്മസ് ദിവസം കണ്ടുമുട്ടി ഞാനും സാറയും. രണ്ടാമത്തെ ക്രിസ്മസ് കഴിഞ്ഞപ്പോഴേക്കും കർത്താവ് ഞങ്ങളെ അങ്ങ് ഒന്നിപ്പിച്ചു. ഞാൻ അവളെ അങ്ങ് കെട്ടി. അങ്ങനെ എല്ലാം ഭംഗിയായി നടന്നു. ഹാ, അപ്പനും അമ്മച്ചിയും സ്ഥിരം റൊമാൻസ് ഒക്കെയായി അങ്ങ് കഴിഞ്ഞു പോകുന്നു. റേച്ചലും അമ്മയും ഇപ്പൊ നാട്ടില് പുതിയ വൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ മത്തായിച്ചനാണ് മെയിൻ ടെസ്റ്റർ. അല്ലേലും ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പുള്ളി കഴിഞ്ഞിട്ടേ ഉള്ളൂ. വേറെ ആരും. വല്യമ്മച്ചി ഇപ്പോഴും 85 റൺസുമായി നോട്ട് ഔട്ട് ആവാതിരിക്കുന്നു. സത്യം പറഞ്ഞ കാലനെ പേടിച്ച് ഒളിച്ചിരിക്കുവാണ് കൊച്ചു കള്ളി. ലാസ്റ്റിൽ എന്റെ ചേട്ടായി പണി പറ്റിച്ചു. ഗ്ലാഡിസ് ചേച്ചി ഇപ്പോ 5 മാസമായി. റൂബൻ ദുബായിലെ ജോലിയൊക്കെ കളഞ്ഞിട്ട് നാട്ടിൽ സെറ്റിലായി. അവന്റെ നല്ല സ്വഭാവം ആയതുകൊണ്ട് ഞങ്ങളുടെ വാവച്ചിയെ അവനങ്ങ് കെട്ടിച്ചു കൊടുത്തു. ഇപ്പൊ രണ്ടും കൂടി പുതിയ യൂട്യൂബ് ചാനലൊക്കെ സെറ്റാക്കി കുക്കിംഗ് വ്ലോഗിലൊക്കെയാണ്. ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ നടക്കുന്നത് എന്റെ ജയ്സാപ്പിയ. ഞാൻ നാട്ടിൽ നിന്ന് പോകുമ്പോഴെങ്കിലും അവൻ നന്നാവുമെന്ന് എല്ലാവരും വിചാരിച്ചു. എവിടെന്ന് അവനിപ്പോ ആ ജോയിയുടെ അനിയൻ ക്രിസ്റ്റോയുമായാണ് കൂട്ട്. തെണ്ടി തിരിഞ്ഞു നടക്കാൻ അവന്മാരുടെ ജന്മം ഇനിയും ബാക്കി. പിന്നെ ഞങ്ങളുടെ കാര്യം കെട്ടുകഴിഞ്ഞ് ഞങ്ങള് തിരിച്ച് ലണ്ടനിലോട്ട് തന്നെ പോകുന്നു. ഇവിടെ വന്നപ്പോ എന്റെ ആകെയുള്ളൊരു സങ്കടം എനിക്ക് കമ്പനിക്ക് ആരും ഇല്ലല്ലോ എന്നായിരുന്നു. എന്റെ ആ സങ്കടം പാടെ മാറ്റി തന്നു എന്റെ സാറ. ഇവളീ കാണുന്നത് പോലൊന്നുമല്ല, നല്ല ഹീറ. ഇപ്പൊ ഞങ്ങള് തിരിച്ച് നാട്ടിലോട്ട് പോവാ. ക്രിസ്മസ് ആയ നാട്ടിൽ പോയി ആഘോഷിക്കുന്നതാ അതിന്റെ ഒരു സുഖം. അവിടെ പോയി 2 കഷ്ണം ബീഫും പോർക്കിറച്ചിയും ഒക്കെ പറക്കി തിന്ന് വൈകുന്നേരം ഒക്കെ ആവുമ്പോ 2 സ്മോളൊക്കെ അടിച്ച് നല്ല നൈസ് ആയിട്ട് അങ്ങോട്ട് പോണം.